നാളിതുവരെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ സാഹിത്യത്തിൻ്റെ പേരിലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. മേലിൽ പൊങ്ങേണ്ട നാവ് സാഹിത്യം തൊടില്ല, ഉറപ്പ്. അമ്മാതിരി തെറിയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ നേരത്തോട് നേരായി ഇപ്പോഴാണ് എനിക്കൊന്ന് നാവ് പൊങ്ങിയത്. ഊപ്പാട് വന്നു പോയി തെറി മേടിച്ച്. നായന്മാർ നിരന്നു നിൽക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്ന് കിട്ടി നല്ല ഒന്നാം തരം വളരെ ആത്മാർത്ഥമായിട്ട് പാകതയെത്തിയ തെറികൾ. തച്ചിന് തെറി പറയുകയായിരുന്നു. നീ ആരടാ നായന്മാരുടെ മദനിയാവാൻ? നിന്നെ ഞങ്ങൾ നായന്മാരുടെ മദനിയാക്കിയിട്ടുണ്ടോടാ? പൂരാ തെറി. നായന്മാരുടെ തെറിയായിരുന്നു കലശലായിട്ടുള്ള തെറി എന്ന് പറയുന്നത്. മറ്റേതൊക്കെ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് വരെ നായരായതിൻ്റെ പേരിൽ തെറിവിളി മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് ഞാനിവിടെ. ഒരാവശ്യമില്ലാതെ ഈ നാടിൻ്റെ നാനാഭാഗത്തുള്ള മനുഷ്യർ എൻ്റെ ഏതെങ്കിലുമുള്ള പ്രയോഗ രീതികൾ കണ്ടുകൊണ്ട് എന്നെ നായരാണെന്ന് പറഞ്ഞുകൊണ്ട് പൂക്കുറ്റി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് വെറുതെ കേൾക്കുന്നു. ഇവരാരെയും എനിക്ക് നേരിട്ട് പരിചയം പോലും ഇല്ല, വ്യക്തിപരിചയമില്ല. എൻ്റെ കുടുംബക്കാർക്കോ ഞാൻ ജനിച്ച പ്രദേശത്തു പോലുമുള്ളവരല്ല. വെറുതെ തെറി പറയുകയാണ്. നായരായതുകൊണ്ട് തെറി പറയുന്നു. അങ്ങനെയുള്ള ഞാൻ നായന്മാരെ എന്നല്ല ഏതെങ്കിലും ഒരു സമുദായത്തെ അധിക്ഷേപിക്കാൻ നിൽക്കുമോ? ഇങ്ങനെ തെറി മേടിക്കുന്ന എനിക്കറിയാമല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, മനപ്രയാസം. അങ്ങനെ ആ വേദന അറിയാവുന്ന ഒരാൾ വേറെ ആരെയെങ്കിലും അധിക്ഷേപിക്കാൻ നിൽക്കുമോ? ഇല്ല. നായരായതിൻ്റെ പേരിൽ അപകർഷതയില്ല, നായരായതിൻ്റെ പേരിൽ ഊറ്റവുമില്ല. ഞാൻ ഇതിനെയെല്ലാം വളരെ രസകരമായ കണ്ണിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവേ ഞാൻ പറയുന്ന എല്ലാ കാര്യവും തലതിരിഞ്ഞാണ്. അതായത് നിന്നാസ്തുതി എന്ന് പറയുന്ന ഒരു നർമ്മ സമ്പ്രദായത്തിലാണ് പൊതുവേ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള പ്രശംസയും അനാവശ്യമായിട്ടുള്ള തെറിയും ഞാൻ മേടിച്ചിട്ടുണ്ട്. അതായത് ആരാണോ എന്നെ തെറി പറയേണ്ടത് അവരെന്നെ പ്രശംസിക്കും, ആരാണോ എന്നെ പ്രശംസിക്കേണ്ടത് അവരെന്നെ തെറി വിളിക്കും. ഇതാണ് ഈ നിന്നാസ്തുതി കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന കഷ്ടത എന്ന് പറയുന്നത്. എന്നാൽ ഈ നിന്നാസ്തുതി എന്ന് പറയുന്ന സമ്പ്രദായത്തോടുള്ള എൻ്റെ പ്രിയത്തിനാണ് കുറവും വരുന്നില്ല. നാട്ടുകാർക്ക് നിന്നാസ്തുതിയെക്കുറിച്ച് വലിയ ധാരണയും പോയില്ല. എന്നേക്കാൾ മുതിർന്ന മനുഷ്യർ പോലും നിന്നാസ്തുതി മറന്നുപോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താഴേക്കിടയിലുള്ളവർക്ക് നിന്ന മാത്രമേ അറിയുള്ളൂ, നിന്നാസ്തുതി ആ രീതി അറിയുകയില്ല. എന്തുമാത്രം തെറി! പറഞ്ഞു വന്ന ഇതാണ്. യഥാർത്ഥത്തിൽ മോഹൻലാലിൻ്റെ ആരാധകരായിട്ടുള്ള ആളുകളും നായന്മാരും പ്രകാശ് വർമ്മയെ സ്നേഹിക്കുന്നവരും ഇവരെല്ലാവരും ഊടുപാട് എന്നെ തെറി പറഞ്ഞു. വിൻസ് മേര എന്ന് പറയുന്ന ജുവലറിയുടെ പരസ്യത്തിൽ മോഹൻലാലിൻ്റെ അഭിനയത്തെ ഞാൻ അധിക്ഷേപിച്ചു, പ്രകാശ് വർമ്മയുടെ ആശയത്തെ ഞാൻ അപഹസിച്ചു, നിന്ദിച്ചു. ഇതൊക്കെയാണ് എനിക്ക് നേരെയുള്ള കുറ്റം. യഥാർത്ഥത്തിൽ ആ വീഡിയോ കണ്ടവർ 14 മിനിറ്റ് നേരമുള്ള വീഡിയോ ആണ്. ആകെ 5.5 മിനിറ്റാണ് ശരാശരി ആ വീഡിയോ ആളുകൾ കണ്ടിരിക്കുന്നത്. 14 മിനിറ്റ് നേരമുള്ള ഒരു വീഡിയോ വെറും 5 മിനിറ്റോ 6 മിനിറ്റോ മാത്രം കണ്ടിട്ട് അഭിപ്രായം പറയാൻ എങ്ങനെ സാധിക്കുന്നു? 5 മിനിറ്റ് കാണാൻ മാത്രമുള്ള സഹനശേഷി കൈവശമുള്ള ആളുകൾ ഇത് മുഴുവൻ കണ്ടതുപോലെ മനസ്സിലാക്കി അഭിപ്രായം പറയുന്നത് തെറ്റാണ്. അത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. പിന്നെ നിന്നാസ്തുതിയെക്കുറിച്ച് പറഞ്ഞ് അത് മനസ്സിലാക്കാത്ത ആളുകളോട് ഞാൻ പറയാം, പ്രകാശ് വർമ്മയെയും അതുപോലെ തന്നെ മോഹൻലാലിനെയും വളരെ ആത്മാർത്ഥമായി പ്രശംസിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്കിത് എടുത്തു പറയേണ്ടി വരുന്നത് വല്ലാത്ത നാണക്കേടാണ്, ചളിപ്പാണ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാണണ്ട. എത്രയോ നല്ല ചാനലുകൾ മനോഹരമായി വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ഞാൻ ആകെ കൂടി പരിഭവിക്കുന്നത് ഈ സമൂഹത്തിൽ പോങ്ങന്മാരുടെ എണ്ണം കുറയുന്നല്ലോ എന്നുള്ളത് മാത്രമാണ്. എന്നെ മനസ്സിലാക്കുന്നതോ അല്ലെ എൻ്റെ പോങ്സ്കൃതം പിടികിട്ടാത്ത ഉള്ളതൊന്നുമല്ല എന്നെ വിഷമിപ്പിക്കുന്നത്. എൻ്റെ ഒരു ചിന്താഗതിയെ ഞാൻ അല്പസ്വല്പം കുഴപ്പമില്ലാത്ത ചിന്താഗതിയായി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടുന്നത് ഈ സമൂഹത്തിന് ഗുണമാകും എന്ന് പറയുന്ന ഒരു ചിന്ത വളരെ ശക്തമായി ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കുറച്ചുകൂടി പോങ്ങന്മാരുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അത് വ്യക്തിപരമായി എൻ്റെ നേട്ടത്തിന് വേണ്ടി അല്ലാന്ന് എനിക്ക് ആവർത്തിക്കേണ്ടി വരുന്നതും കഷ്ടമാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന എത്രയേ ഉള്ളൂ, മോഹൻലാലിനെയോ പ്രകാശ് വർമ്മയോ ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. നിങ്ങൾ നിന്നാസ്തുതി എന്ന് പറയുന്ന സമ്പ്രദായത്തെ കുറെ കൂടി ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇന്നത്തെ കാലത്ത്, ഈ സാമൂഹ്യ മാധ്യമ കാലത്ത് നിന്നാസ്തുതി എന്ന് പറയുന്ന സമ്പ്രദായം കൈവശമുണ്ടെങ്കിൽ അത് ജീവിതം കുറച്ചുകൂടി രസകരമാക്കാൻ കൊള്ളാമെന്ന് പറയുന്നൊരു വിചാരമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ നിന്നാസ്തുതിയെ ആത്മാർത്ഥമായി ഒന്ന് മാനിക്കാൻ തയ്യാറാവണം. നിന്നാസ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്നയല്ല, സ്തുതി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനെ അങ്ങനെ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ സംസാരത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരുന്നത്, ഇതുവരെയും കണ്ടിരുന്നത്, ഇനി മേലിൽ കാണുമെന്നല്ല പറയുന്നത്, ഇതുവരെ കണ്ടിരുന്നത് തീർച്ചയായിട്ടും അതൊരു
സർഗപ്രവർത്തനം തന്നെയായിട്ടാണ്. വെറും സംസാരമല്ല, സർഗപ്രവർത്തനം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിനകത്ത് കുറച്ചൊക്കെ ഒരു സാഹിത്യ സാന്നിധ്യം കാണാമെങ്കിൽ പോലും ഇത്രത്തോളം അപകടകരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ഒരു ശൈലിയിലൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് സുഹൃത്തുക്കളോട്. പക്ഷെ ഞാൻ നിങ്ങളെ കുറച്ച് അധികം ബഹുമാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, നിങ്ങളെ വെറും ഒരു കൂട്ടുകാരുടെ മാത്രം ആ ഒരു ഒപ്പം നിർത്താതെ കുറച്ചുകൂടി ഉയരത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ആദരവിൻ്റെ ഒരു തലം തന്നുകൊണ്ടൊക്കെയാണ് ഞാൻ വാസ്തു പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ഇരുന്ന് ഈ സർഗാത്മകമായ സംസാരം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് പൊളിഞ്ഞു പോയി. പൂക്കുറ്റിത്തെറിയായിരുന്നു. ചീത്ത എന്ന് പറഞ്ഞാൽ നാലുപാടൊന്നും ചീത്തയായിരുന്നു. എനിക്ക് ചീത്ത കേൾക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ഒന്നാന്തരമായിട്ട് ധാരാളം അസഭ്യ ശേഖരം വലിയ നിലയിലുള്ള ഒരാളാണ് ഞാൻ. അത്യാവശ്യം തെറിയൊക്കെ എനിക്ക് താങ്ങാൻ കഴിയും. എൻ്റെ മുന്നിൽ ഒരാൾ അഹങ്കാരം കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനുള്ള മരുന്നും എനിക്കുണ്ട്. എൻ്റെ അടുത്ത് ആക്ഷേപവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ എനിക്ക് സാധിക്കും. അങ്ങനെ ഏത് നിലയിൽ നോക്കിക്കഴിഞ്ഞാലും മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയിലൂടെ വരുന്ന ഏത് ആക്രമണത്തെയും എനിക്ക് നേരിടാനുള്ള ശേഷിയുണ്ടെന്ന് വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മറ്റ് ഇതര ഭാഷകളിലും വന്ന് തെറി വിളിച്ചിട്ട് കേമനാവരുത്. കാരണം എനിക്ക് മനസ്സിലാവില്ല എന്താ പറഞ്ഞെന്നുള്ളത്. ചിലപ്പോൾ പുളിച്ച തെറി നിങ്ങൾ ഒരുമാതിരി ശശി തരൂരിൻ ആംഗലേയത്തിലോ മറ്റോ ആണ് എൻ്റെ നേരെ വിസർജിക്കുന്നതെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ അനുമോദനം കിട്ടിയ പോലെ ഞാൻ ഒരു പ്രശംസാസ്പദമായിട്ടുള്ള ഒരു സാഹചര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ നിർന്നാണം നിങ്ങളുടെ മുന്നിൽ വിനയാന്വിതനായൊക്കെ നിന്നു വരും. അതുകൊണ്ട് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം പിടിച്ചു നിൽക്കും. ഞാൻ നിങ്ങളോട് പറയുന്നത് പിൻസ്മേര ജുവലറിയുടെ പരസ്യത്തെ അത്രത്തോളം പരാമർശിക്കാനുണ്ടായ കാര്യം തന്നെ ഈ പ്രബുദ്ധ കേരളത്തിൽ എന്തോ വലിയൊരു അപരാധം മോഹൻലാൽ ചെയ്തു എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ ആളുകൾ ഉണ്ടാകുന്നത് കണ്ടപ്പോഴാണ്. രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി അദ്ദേഹത്തെ അപമാനിച്ചവരുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജാതിയെ പ്രതി അപമാനിച്ചവരുണ്ട്. വാർദ്ധക്യം, അതും പറയേണ്ടതുണ്ട്. വാർദ്ധക്യത്തെ പ്രതി മോഹൻലാൽ ആ വേഷത്തിന് ഒട്ടും തന്നെ യോജിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ അത് എന്ന് മാത്രമല്ല, അത് മോഷണത്തെ തീർച്ചയായിട്ടും മഹത്വവൽക്കരിക്കുന്നതാണ്. കുഞ്ഞു കുട്ടികളിലും അതല്ലെങ്കിൽ സാധാരണ മനുഷ്യരിലുമൊക്കെ മോഷ്ടിക്കാനുള്ള ത്വര വളർത്തുന്ന ഒരു പരസ്യമാണ് എന്നൊക്കെയുള്ള മട്ടിലേക്ക് പല നിലയിലുള്ള നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും വിശകലനം അപഗ്രഥനങ്ങളും ഒക്കെ അതിൻ്റെ മേളിലുണ്ടായി. സ്വാഭാവികമായിട്ടും പോകൻ്റെ ഒരു തലതിരിഞ്ഞ ബുദ്ധിയിൽ അതിനെ ഒന്ന് വക്രീകരിച്ച് പറഞ്ഞു. ഞാൻ ആ പരസ്യത്തിൽ അഭിനയിച്ച മോഹൻലാലിനെയും ആ പരസ്യം സാക്ഷാത്കരിച്ചിട്ടുള്ള പ്രകാശ് വർമ്മയും ആത്മാർത്ഥമായി പ്രശംസിക്കുക മാത്രമാണ് ചെയ്തത്. സിരകളിൽ യുവരക്തത്തിന്റെ ഒഴുക്ക് ബാധിച്ചിരുന്ന ഒരു മോഹൻലാലിനെ കണ്ടിട്ടുള്ള ആളാണല്ലോ ഞാൻ. അദ്ദേഹം ഒരു നർത്തകനൊന്നുമല്ലല്ലോ, നടനല്ലേ. എന്നിട്ട് പോലും കമലദളം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള നൃത്തരംഗം, എനിക്ക് നൃത്തത്തിന്റെ അടിസ്ഥാന പാഠം പോലും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള എന്നെ പോലും അതിനകത്തൊരു അപാകത ഇല്ലല്ലോ എന്ന് തോന്നുന്നു. അതും ദീക്ഷ വെച്ച ഒട്ടും ഒരു നൃത്തപ്പറ്റില്ലാത്ത ശരീരവും രൂപവുമായിട്ട് നിൽക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വേഷം കൈകാര്യം ചെയ്തത് എത്ര മനോഹരമായിട്ടാണ്. ഒരു അപാകതയും തോന്നിയില്ല. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ആ ലാലേട്ടന്റെ ശരീരത്തിൽ ഒരു ലാലേച്ചി കൂടിയുണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന്റെ നരസിംഹമാവട്ടെ, രാവണപ്രഭു എന്ന് പറയുന്ന സിനിമ, അങ്ങനെ എത്രയോ സിനിമകൾ ഓർത്തെടുക്കാൻ എത്രയെത്രയോ സിനിമകളുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ മനുഷ്യൻ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ലാസ്യ സമ്പ്രദായത്തിലുള്ള ഭാവങ്ങളും ഇടപെടലുകളുമായിട്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ലാലിനെ കൊണ്ടേ പറ്റുള്ളൂ. അത്ര മനോഹരമായിട്ടാണ് മോഹൻലാൽ ആ ഒരു വേഷം ചെയ്തത്. അദ്ദേഹത്തിൽ ഒരു ലാലേച്ചയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര മികച്ച നടനായി മാറുന്നത്. അതിനെയൊക്കെ വെച്ചുകൊണ്ട് പ്രശംസാ സമ്പ്രദായത്തിൽ തന്നെ അദ്ദേഹം അവരെ സ്തുതിച്ചതാണ്, അവരെ വന്ദിച്ചതാണ്, അവരെ അംഗീകരിച്ചതാണ്, മാനിച്ചതാണ്. അതിനെ നിങ്ങൾ തെറി പറയരുത്. തെറി പറഞ്ഞാൽ നിങ്ങളാണ് ചെറുതായി പോകുന്നത്. നിന്നാസ്തുതി എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ ഞാൻ അവരെ ആത്മാർത്ഥമായി അനുമോദിക്കുക മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നെക്കാൾ മുതിർന്ന പലർക്കും എന്നെ പിടികിട്ടിയില്ല എന്ന് പറഞ്ഞതാണ് എനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കിയത്. ചെറുപ്പക്കാരുടെ കാര്യം പൊക്കോട്ടെ, ഗൂഗിളാനന്തര കേരളത്തിലേക്ക് വന്ന ഗൈക്കൾക്കും ബ്രോക്കൾക്കും നിന്നാസ്തുതി മനസ്സിലാവണം എന്നില്ല. കാരണം അവർക്ക് നിന്ന മാത്രമേ കൈവശമുള്ളൂ. അവർക്ക് സ്തുതിക്കാൻ അറിയില്ല, നിന്നാസ്തുതി ഒട്ടും അറിയില്ല. അതുകൊണ്ട് അവർ എന്തെങ്കിലും പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. അത് കേൾക്കാൻ തയ്യാറാണ്. കാരണം അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷേ എന്നേക്കാൾ മുതിർന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് തെറ്റുപറ്റുന്നത്? അവരെന്തുകൊണ്ടാണ് നായന്മാരുടെ മദനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ സാരസ്യം എന്തേ പിടികിട്ടാതെ പോകുന്നത്? അതിനകത്തെ കുത്തും കോളും എന്തേ മനസ്സിലാക്കാതെ പോകുന്നത്? പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നത്? എനിക്ക് സങ്കടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സംസാരം എന്ന് പറയുമ്പോൾ ഞാനതിനെ കേവലം നമുക്കിടയിൽ നടക്കുന്ന ഒരു സംസാരം മാത്രമായിട്ടല്ല കാണുന്നത്. ഇതൊരു സർഗ പ്രക്രിയയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ് ഈ സംഭാഷണങ്ങൾ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിൻ്റെ ഒരു സംസാര ശാഖയായിട്ടാണ് ഞാൻ എൻ്റെ വർത്തമാനങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ സാഹിത്യത്തിനും നിങ്ങളെന്നോട് പൊറുക്കണം, മാപ്പ് തരണം. എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. മേലിൽ ഞാനിത് ആവർത്തിക്കില്ല. എൻ്റെ നാവ് കൊണ്ട് ഞാൻ സാഹിത്യം തൊടില്ല. എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ.
വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. നമ്മൾ ഒരു അണ്ടർവെയർ വാങ്ങുന്നത് പോലെ വേണം ഓരോ കാര്യങ്ങളെയും സമീപിക്കാൻ. കാരണം അണ്ടർവെയർ അരയിൽ തന്നെ സൂക്ഷിക്കാനാണ് ഉന്നമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാകത്തിനുള്ളത് വാങ്ങണം. അളവ് കൂടിയാൽ പാദത്തിൽ കിടക്കും, അളവ് കുറഞ്ഞാൽ ചന്തി കടക്കില്ല. അതുകൊണ്ട് നിക്കർ വാങ്ങുന്നത് പോലെ വേണം നമ്മൾ ഓരോ കാര്യത്തെയും മനസ്സിലാക്കാനും പാകത്തിന്. കാരണം ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു നിലവാരമുണ്ട്. ആ നിലവാരം ഒരുപക്ഷെ താഴ്ന്നതാവാം. താഴ്ന്ന നിലവാരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ താഴ്ന്ന നിലവാരത്തിന് പാകമാകുന്ന ആളുകൾ മാത്രമേ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങനെ കേൾക്കാവൂ. ഉന്നത നിലവാരമുള്ള ആളുകൾ കേട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കും, എനിക്കും പ്രയാസമുണ്ടാക്കും. ഓരോ മനുഷ്യരും ഓരോ തരത്തിൽ സംസാരിക്കുന്നവരാണ്. ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയുണ്ട്, ഓരോ സ്വഭാവമുണ്ട്. അതനുസരിച്ചിട്ടേ നമുക്ക് പെരുമാറാൻ പറ്റൂ, വർത്തമാനങ്ങൾ പറയാൻ പറ്റൂ. ഞാൻ എൻ്റെ സമ്പ്രദായത്തിൽ, എൻ്റെ ശൈലിയിൽ പറയുന്ന ഒരാളാണ്. എനിക്ക് പ്രത്യേകിച്ച് കടന്ന ലക്ഷ്യങ്ങളൊന്നുമില്ല. ഞാൻ നിങ്ങളെടുത്ത് സംസാരിക്കുന്നത് നിങ്ങളെ അറിവുള്ളവനാക്കാനല്ല, എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് ഞാൻ സൗജന്യ നിരക്കിൽ തരാനുമല്ല. ഞാൻ എൻ്റെ ആശയങ്ങൾ ഒരു സഹജീവി എന്ന നിലയിൽ എൻ്റെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ, ആശയങ്ങൾ, ആശങ്കകളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കടന്ന വാക്കുകൾ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരെയും അതിര് കടന്ന ബഹുമാനം നൽകിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എപ്പോഴും ഈ സംസാരം എന്ന് പറയുന്നത് ഒരു കലിങ്കിലിരുന്ന് സംസാരിക്കുന്നത് പോലെയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നത് പോലെയോ ആവരുത് എന്നുള്ള വിചാരമുള്ളത് കൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു പ്രത്യേക സംസാര സമ്പ്രദായം ഉണ്ടാക്കി എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിൽ നിന്ന് നല്ലത് വരും ചീത്ത വരും എന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. നാളെ എന്താ വരിക എന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ കഴിവതും വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ ഇട നൽകാത്ത വിധത്തിലുള്ള വർത്തമാനങ്ങൾ പറയാൻ പരിശ്രമിക്കുന്ന ഒരാളായി മാറാൻ ഞാൻ ഉറപ്പായിട്ടും ശ്രമിക്കും എന്ന് പറയുന്ന ഒരു വാക്ക് നൽകിക്കൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ നിർത്തിക്കോളാം. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിന്നാസ്തുതിയിലാണ് ഞാൻ ഇന്നലെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അത് ഒരാളെയും അപമാനിക്കാനല്ല, ആരെയും പരിഹസിക്കാനല്ല. അതേപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സൗന്ദര്യത്തെയോ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തെയോ അദ്ദേഹത്തിൻ്റെ അഭിനയ സിദ്ധിയെയോ ഒക്കെ പരാമർശിച്ചുകൊണ്ട് പലരും അദ്ദേഹത്തെ പരിഹസിക്കാൻ നോക്കിയപ്പോൾ പലതും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഞാൻ കൃത്യമായും അദ്ദേഹത്തെ പ്രശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ കഴിവിനെ എന്നാൽ കഴിയുന്ന വിധത്തിൽ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ അത്രയും സംസാരിച്ചത്. നിങ്ങൾ കൂടുതൽ ആരും തന്നെ പ്രകോപിതരാവരുത്, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് എന്നോടെന്തെങ്കിലും തരത്തിലുള്ള ചീത്ത പറയാനുണ്ടെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി നിങ്ങൾക്ക് പറയാം. പക്ഷേ തെറ്റിദ്ധാരണ കൊണ്ട് പറയരുത്. ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം മുഴുവനായിട്ടും കാണാനുള്ള ഒരു സഹനശേഷി ഇല്ല എന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അഭിപ്രായം പറയാതിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കാൻ ക്ഷമയുണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ഒന്ന് കേൾക്കുക. അതിനുശേഷം നിങ്ങൾ പറയുന്ന വിലയേറിയ ഏത് അഭിപ്രായത്തെയും അതുപോലെ ഞാൻ മാനിക്കും. തെറി പറഞ്ഞുകൊണ്ടോ പരപുച്ഛം എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെ എന്നെ ഇകഴ്ത്താമെന്നോ ആരും കരുതരുത്. നിങ്ങൾ എത്ര വലിയ തെറി എന്നോട് പറഞ്ഞാലും അതിന് മേളിലൊരു തെറി ഞാൻ വെച്ചിരിക്കും. നിങ്ങൾ എൻ്റെ അടുത്ത് അഹങ്കാരം കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഞാൻ കനത്ത അഹങ്കാരം കൊണ്ട് നിങ്ങളുടെ അഹങ്കാരത്തെ നിലംപരിശാക്കും. നിങ്ങൾ പൊങ്ങച്ചവുമായി എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും അതിലും വലിയ പൊങ്ങച്ചം കൊണ്ട് തീർക്കും. എനിക്ക് മലയാള ഭാഷയിലൂടെ സംഭവിക്കുന്ന ഏത് തരം ആക്രമണത്തെയും അതിജീവിക്കാനുള്ള ശേഷി തൽക്കാലം എൻ്റെ കാവ്യദേവത എനിക്ക് നൽകിയിട്ടുണ്ട്. അത് വെച്ച് ഞാൻ പൊരിക്കും. അതുകൊണ്ട് തെറി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞാനും പറയും. നിങ്ങൾക്കെനിക്ക് പുച്ഛിച്ച് കളയാം ഇവനെ എന്നാണ്, ആയിക്കോട്ടെ, ഞാൻ നോക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഈ ഒളിഞ്ഞും തെളിഞ്ഞും വന്ന് ഈ ഇല്ലാത്ത പേരുമൊക്കെ ഉണ്ടാക്കി വെച്ച് വിലാസവും ഇല്ലാതെ ആ ഒരു ഭീരുത്വം പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതൊന്നുമല്ല. നിങ്ങളായിട്ട് വന്നാൽ കൂടുതൽ നല്ലത്. നമ്പർ കൂടി തന്നു കഴിഞ്ഞാൽ പുതിയ തെറികൾ ഉൽപ്പാദിപ്പിച്ച് അയക്കുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷേ തെറ്റിദ്ധരിക്കാതിരിക്കുക. ഞാൻ ഒരു നിലയിലും ഇവിടെ വിഷം കുത്തുന്ന ആളല്ല. ഈ സമൂഹത്തിന് ദോഷമാകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യവും പറയുന്ന ഒരാളല്ല. ഒരുപാട് സംസാരിച്ചു, നിവൃത്തികേടുകൊണ്ടാണ്. അത്രമാത്രം ഞാൻ മാനസികമായിട്ട് ക്ഷീണിതനായിപ്പോയി. ഈ സംസാരം എപ്പോഴാണ് തുടങ്ങിയതെന്ന് ഞാൻ സമയം നോക്കിയില്ല. ഇപ്പോൾ നേരം 6 മണിയായി. ഞാൻ ഒരുപാട് പറഞ്ഞു, ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല. മനസ്സിൽ തോന്നിയതല്ല പറഞ്ഞിരിക്കുന്നത്. പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഞാനിത് പറയുന്നതിൻ്റെ കൂടെ നാവ് ഒരു വഴിക്ക് പണിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും നാവിനോട് സഹകരിക്കാതെയാണ് എൻ്റെ മനസ്സ് നിന്നിരുന്നത്. അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നുമല്ല നിങ്ങളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഉദ്ദേശിച്ച നിലയിൽ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എന്തായാലും സാധിച്ചിട്ടില്ല. പോകെ തീർച്ചയായിട്ടും അത് സാധിക്കും. ആയുസ്സുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റ് സംവിധാനങ്ങളും സാങ്കേതിക സാഹചര്യങ്ങളും എല്ലാം ഒത്തു വരികയാണെങ്കിൽ, പ്രകൃതി എല്ലാം അനുഗ്രഹങ്ങളും നൽകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും സംസാരിച്ചു കൊണ്ടേയിരിക്കും. സംസാരം എന്ന് പറയുന്നത് ഇതുവരെയും തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യത്തിൻ്റെ ഒരു സംസാര ശാഖയാണ് എൻ്റെ വർത്തമാനങ്ങൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതുവരെയും നോക്കിയിരുന്നത്.
ഇനി ഞാൻ കുറെ കൂടി ശ്രദ്ധിച്ചോളാം, കുറച്ചുകൂടി മനുഷ്യപ്പറ്റോടുകൂടി സംസാരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. എന്തായാലും മോഹൻലാലിനും പ്രകാശ് വർമ്മയ്ക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും. നിങ്ങളെ ആശംസിക്കാൻ പോയിട്ട് നിങ്ങളുടെ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ പോലും ഞാൻ യോഗ്യനല്ല. പിന്നെ ഇത് വെട്ടിയൊരുക്കി വെട്ടാനൊന്നും ഇല്ല, ഒരുക്കാനും ഒന്നുമില്ല, ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഇടും, എന്തും വരട്ടെ. കുറേ പേർ കൊഴിഞ്ഞങ്ങ് പോകുമായിരിക്കും, ഇവനെ സഹിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കുറേ അങ്ങ് പോകുമായിരിക്കും അല്ലേ. ഓണം ഒരിടവും ശൂന്യമായിരിക്കില്ല. നിങ്ങൾ പോകുമ്പോൾ ആ ഇടത്തിലേക്ക് തീർച്ചയായിട്ടും പോങ്ങന്മാർ വരും. കുറച്ച് പതുക്കെയാണെങ്കിലും പോങ്ങന്മാർ വന്നിരിക്കും. ഇപ്പോൾ ഒരുപാട് പോങ്ങന്മാരല്ലാത്ത ആളുകൾ ഈ പോങ്ങച്ചെങ്ങാത്ത പെട്ടിയിൽ വന്ന് കയറിയിട്ടുണ്ട്. നിങ്ങളെയൊക്കെ ഞാൻ തുരത്തും. പോങ്ങന്മാർ മാത്രമേ ഇനി ഇവിടെ ഉണ്ടാവുള്ളൂ. അതിനുള്ള വഴി എനിക്കറിയാം. നിങ്ങളെയൊക്കെ ഞാൻ തുരത്തും. കാണാം.